ഹായ് ഗൈസ്, എല്ലാവർക്കും നിൻസീസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് നമസ്കാരം. ഞാൻ ആക്ച്വലി ഇത് ഫസ്റ്റ് ടൈമാണ് ഓൺ വോയിസിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ആക്ച്വലി യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ എനിക്ക് തോന്നിയ ഒരു കാര്യം, എൻ്റെ മനസാക്ഷിക്ക് എനിക്ക് തോന്നിയ ഒരു കാര്യം നിങ്ങളോടും കൂടെ പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നുമല്ല ഗൈസ്. ഇപ്പോൾ ഡിസംബർ 5 റിലീസായ പുഷ്പ 2 സിനിമയുടെ റിവ്യൂവിനെ പറ്റി പറയാനാണ് ഗൈസ് ആക്ച്വലി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ അപ്പോൾ ലെറ്റ്സ് വെൽക്കം ടു നിൻസീസ് വ്ലോഗ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ പുഷ്പ 2ൻ്റെ റിവ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെയാണ് സിനിമ ആക്ച്വലി റിലീസായി രാത്രി 10:45 ഷോ ഞാൻ പോയി കണ്ട് പടത്തിൻ്റെ കുറച്ച് മുമ്പ് അല്ലെങ്കിൽ കാണാൻ കയറുന്നതിൻ്റെ കുറച്ച് മുൻപ് ഞാൻ ആക്ച്വലി എൻ്റെ 2-3 ഫ്രണ്ട്സിനോട് ഞാൻ പോയി ചോദിച്ചായിരുന്നു, അളിയപ്പാടം എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞത് ഒറ്റൊരു കാര്യമാണ്, അളിയ പോയി കാണരുത്, കട്ട ബോർ പടമാണ്, കൊള്ളൂല, നീ പോയി കാണരുത് എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ പോയി കണ്ട കുഴപ്പം? പിന്നെ ഞാൻ റിവ്യൂ, നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്തൊക്കെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ അവന് സെയിമാണ് പറയുന്നത്, പോയി കാണല്ലേ, പൊളിയും പടം കൊള്ളത്തില്ല എന്നൊക്കെ എന്നോട് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എൻ്റെ ഇച്ചായനും എന്നോട് പറഞ്ഞു, മക്കളെ, നമ്മൾ ഒരിക്കലും റിവ്യൂ കണ്ടിട്ട് നമ്മൾ പോയി സിനിമ കാണരുതെന്ന്. സത്യമായ കാര്യമാണ്. നമ്മളൊരിക്കലും ഒരു റിവ്യൂ വെച്ചിട്ട് ഒരു സിനിമ പോയി കാണരുത്, അല്ലെങ്കിൽ അതിന് നമ്മൾ പോയിന്റ് ഔട്ട് സംസാരിക്കാൻ നിൽക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുഷ്പ 2 എന്ന് പറയുന്ന സിനിമ റിലീസായത് ഇന്നലെയാണ്. ആകപ്പാടെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. അതിനകത്ത് ഇത്രയും മോശമായിട്ടുള്ള റിവ്യൂസ് പറയുന്നത് വളരെ ഒരു വൃത്തികെട്ട പരിപാടിയാണ്. റിവ്യൂസ് പറയാം, ഞാൻ വേണ്ട എന്ന് ഞാൻ പറയാം, പക്ഷേ അതിന് ഇത്ര അടിച്ച് താക്കണ രീതിയിലൊന്നും ആരും പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ, മൂവി കുറച്ച് ലാഗാണ് ഗൈസ്. ആക്ച്വലി 3.5 hours മൂവിയുണ്ട്. അതിൽ കുറച്ച് പോർഷൻസ് വന്ന് കുറച്ച് വലിച്ച് നീട്ടിയിട്ടുണ്ട്. അത് കുറച്ചും ഒന്ന് ചുരുക്കിയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പുഷ്പ 1 എന്ന് പറയുന്ന മൂവി നമുക്ക് പുഷ്പ എന്നാൽ ആര്, ആ കഥാപാത്രം എന്ത് എന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയായിരുന്നു അവർ ആക്ച്വലി പുഷ്പ എന്ന് പറയുന്ന മൂവിയുടെ ആദ്യത്തെ പോർഷനിൽ അവർ കുറച്ചുകൂടെ എക്സ്റ്റാബ്ലിഷ് ചെയ്ത് 2.5 മണിക്കൂറിനകത്ത് സാധനം സെറ്റ് ചെയ്ത് അവർ ഇറക്കിയത്. പുഷ്പ 2 ഓൾറെഡി വി ഹാവ് നോ പുഷ്പ എന്ന് പറയുന്ന ക്യാരക്ടർ എന്താണ്, പുഷ്പയുടെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന രശ്മികയുടെ ക്യാരക്ടർ എന്താണെന്നും എല്ലാം നമുക്കറിയാം ഗൈസ്. സോ പുഷ്പ 2ലും പുഷ്പ 1ലും വന്നതുപോലെ തന്നെ വരണം എന്നൊന്നുമില്ല ഗൈസ്. ഒന്നൊന്നുമില്ല. ഓൾറെഡി വി ഹാവ് നോ പുഷ്പ എന്നാൽ എന്ത്, ക്യാരക്ടർ എന്താണ്, അവളുടെ തൊഴിൽ എന്താണ് എന്നെല്ലാം നമുക്കറിയാം. ഇപ്പം ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് പുഷ്പ 2ൽ ഇത് എന്നെ വരണമായിരുന്നു എന്നൊന്നും ഞാൻ പറയൂല. പക്ഷെ അതേപോലെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. കുറേ എസ്പെഷ്യലി നമ്മുടെ മലയാളത്തിലെ പോപ്പുലർ ആക്ടർ ഫഹദ് ഫാസിൽ പോലും ഉണ്ട് അതിനകത്ത്. ഫഹദ് ഫാസിലിൻ്റെ ഒരു എൻഡിങ് പോർഷൻ എനിക്ക് അതിനകത്ത് ഫീൽ ചെയ്തില്ല. അതിനൊരു എൻഡിങ് ഇല്ലായിരുന്നു, അതെനിക്ക് തോന്നി. പിന്നെ ലാഗ് ഉണ്ടായിരുന്നു. പിന്നെ അതിനകത്തുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് ഫൈറ്റ് സീൻസ്. അടിപൊളി, കണ്ടിരിക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് മൂവിയാണ് ഗൈസ്. ഞാൻ പറഞ്ഞില്ല, ഈ റിവ്യൂസ് പറയുന്നവരൊക്കെ ഒരുപാട് ഇപ്പം എന്നെക്കാളും വ്ളോഗേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഇവർക്കെല്ലാം വൈറലായ വ്ളോഗേഴ്സുമാരാണ് റിവ്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആസ് എ ആർട്ടിസ്റ്റ് എന്നുള്ള ലേബിൾ ഞാൻ പറയുന്നത് ഗൈസ് ആക്ച്വലി, കാരണം എനിക്ക് അതിൻ്റെ എഫേർട്സ് അറിയാം. ഓരോ ദിവസം അവരതിനകത്ത് എത്ര ആൾക്കാരാന്ന് പറയുന്നത് അതിനകത്ത് വർക്ക് ചെയ്യുന്നത്, അഭിനയിക്കുന്നവർ എത്ര പേരാണ്, അല്ലു അർജുൻ എടുത്ത എഫേർട്സ് ആ സിനിമയ്ക്കകത്ത്, പ്രൊഡ്യൂസറിൻ്റെ ക്യാഷ് എന്തൊക്കെയാണ് അതിനകത്ത് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു സിനിമയുടെ റിവ്യൂ കണ്ടിട്ട് ഒരിക്കലും നമ്മൾ പോയി പറയാൻ നിൽക്കരുത് ഗൈസ്. അപ്പം ഇതിനകത്ത് റിവ്യൂ പറയാൻ ഗൈസ് ഇല്ലെന്നൊന്നും പറയില്ല. പടം കൊള്ളൂല, അല്ലെങ്കിൽ ആവറേജ് പടം. ഞാൻ ആവറേജ് പടം എന്നേ പറയത്തുള്ളൂ. പടം ആവറേജ് പടമാണ്, കണ്ടിരിക്കാം ഗൈസ്. ഫാമിലീസിനായാലും ആർക്കെങ്കിലും കണ്ടിരിക്കാൻ പറ്റിയ മൂവിയാണ്. അതുപോലെ തന്നെ ഫാമിലി ഓറിയൻറ്റഡ് ആണ് ആ മൂവി. അതിനകത്ത് ഞാൻ ഒരാളുടെ കമൻറ്റ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി വേറൊരു വ്ളോഗ് ഇട്ട പയ്യൻ്റെ കമൻറ്റ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പോർഷൻ അടിപൊളിയായിരുന്നു, സെക്കൻഡ് പോർഷനായിട്ട് ചന്ദനമഴ സീരിയലാണെന്ന്. ചന്ദനമഴ സെക്കൻഡ് പോർഷനിലെ ഫാമിലി പോർഷൻ കുറച്ച് കാണിക്കുന്നുണ്ട്, അത് കുറച്ച് ലെങ്തി ആയിപ്പോയി. ഞാൻ പറഞ്ഞത് ആ പോർഷൻസ് കുറച്ച് ലെങ്തി ആയിപ്പോയി. ആ ലെങ്തി പോർഷൻ ഒന്ന് ചുരുക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടായിരുന്നു. അല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ അല്ലു അർജുൻ എടുത്ത എഫേർട്ട് എന്ന് പറയാനുള്ള മെയിൻ കാര്യം, അല്ലു അർജുൻ്റെ ഫൈറ്റ് സീൻസ് വേറെ ഫിലിംസിൽ എനിക്ക് ഇതുപോലെ ഉണ്ടോ എന്ന് എനിക്ക് ആക്ച്വലി അറിയില്ല. പേഴ്സണലി എനിക്ക് ഓർമ്മ കറക്റ്റ് കിട്ടുന്നില്ല വേറെ ഫിലിംസിലൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം. പക്ഷേ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അല്ലു അർജുൻ്റെ പുഷ്പ 2ലെ ഫൈറ്റ് സീൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്.
ഓക്കെ, എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു പുഷ്പ 2 ഫൈറ്റ് സീൻസ്. പിന്നെ സോങ്സ്, സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സോങ്സ് റിലീസ് ചെയ്ത് ആ സോങ്സ് വന്നായിട്ട് ഹിറ്റായി. പക്ഷേ ചില പോർഷൻസിൽ സോങ്സ് അവിടെ വേണ്ടായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. കുറച്ച് സോങ്സ് കൂടുതലായിരുന്നു, ബട്ട് ആ ചില പോർഷൻസിൽ എനിക്കത് ഫീൽ ചെയ്തു. പിന്നെ എനിക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അല്ലു അർജുൻ ഒരു സീനിൽ ഒരു സംഭവം, നമ്മുടെ അല്ലു അർജുൻ വേഷം കെട്ടിയിട്ട് ഒരു ഡാൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. അവിടെ എന്തിനാണ് അത്രയും സന്തോഷം, ഇല്ലെങ്കിൽ ആ ഒരു വേഷം കെട്ടിയത്, ആ സോങ്ങിൽ എന്തിനാണ് ആ വേഷം കെട്ടിയെന്നുള്ളൊരു ചെറിയൊരു ഇതെനിക്ക് തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു ഹാപ്പിനെസ് മൊമെൻറ്റ്സ് ആയിരുന്നു. പുള്ളിക്കാരൻ്റെ ഭയങ്കരമുള്ള ആഗ്രഹമായിരുന്നു ഒരു പെൺകുട്ടി ജനിക്കണം എന്നുള്ളൊരു പോർഷനുള്ള ആ പോർഷനായിരുന്നു. പക്ഷേ ആ പോർഷൻ പുള്ളിക്കാരൻ ആക്ച്വലി അങ്ങനത്തെ ഒരു എഫേർട്ടിൽ സ്ക്രിപ്റ്റ് റൈറ്റർ പുള്ളിക്കാരൻ്റെ ഒരു വേ ഓഫ് പോയിന്റിലായിരിക്കണം ചിലപ്പോൾ ആ ഒരു ഇത് കൊണ്ടുവന്നത്. ഇല്ലെങ്കിൽ അല്ലു അർജുൻ്റെ ദ ഗെറ്റപ്പ് എന്ന് വല്ലതും ചിന്തിച്ചിട്ടല്ലായിരിക്കും. അത് എന്തോ ആയിക്കോട്ടെ. പക്ഷേ അപ്പം അങ്ങനത്തെ കുറച്ച് പോർഷൻസുകൾ മാത്രം എനിക്ക് കുറച്ചൊരു ലാഗായിട്ടും അത് ആവശ്യമില്ലാത്ത കുത്തി കയറ്റിയതുപോലെയും എനിക്ക് തോന്നി. പിന്നെ അതിനകത്ത് ഈ പറഞ്ഞ കണക്ക് പുഷ്പ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ തൊഴിലെന്ന് വെച്ചാൽ ചന്ദനക്കടത്തിലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് കടത്തുന്ന ഓരോ രീതികൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ പലതും ഉണ്ട് അതിനകത്ത്. അതുകൊണ്ട് ആ സിനിമ പോയി കണ്ടിട്ട് വേണം എല്ലാവരും റിവ്യൂ പറയാൻ. ഒരിക്കലും കാണാത്തവർ റിവ്യൂ കണ്ടിട്ട് അളിയാ പൊളിപ്പടം കൊള്ളൂല എന്ന് പറഞ്ഞ് പോയിരിക്കരുത്. സിനിമയുടെ റിവ്യൂ വെച്ചിട്ട് ആരും പോയി ഇരിക്കരുത് ഗൈസ്. സിനിമ കണ്ട് ഇറങ്ങിയതിന് ശേഷം വേണം. ആക്ച്വലി അത് ആവറേജ് പടം തന്നെയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നത് ഗൈസ്, നിങ്ങളോട് ഞാൻ പറയുന്നത് ആവറേജ് പടം തന്നെയാണ്. ഞാൻ വേറെ ഒന്നും ഞാൻ പറയില്ല. കണ്ടിരിക്കാൻ കൊള്ളാം. കുറച്ച് ലാഗ് കൂടുതലാണ്. 3.5 മണിക്കൂർ പടമുണ്ട്, വേറെ ഒന്നുമില്ല ഗൈസ്. അതല്ലാണ്ട് ആ പടം വളരെ ബോറ് പടമാണ്. ഒരു വായും കൊള്ളില്ല. ബ്രേക്കിനെ ഇറങ്ങിപ്പോകാൻ തോന്നും. ഇങ്ങനെയൊന്നും പറഞ്ഞ് കളയില്ല. ആക്ച്വലി അങ്ങനെയൊന്നും അല്ല ഗൈസ്. ഒരു ഇൻ്റർവെല്ലിൽ വരെ കുറച്ച് ലാഗാണ്. ഇൻ്റർവെല്ല് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാമിലി പോർഷൻ വരുമ്പോഴും കുറച്ച് ലാഗുണ്ട്. അതല്ലാണ്ട് വേറെ ആ പടത്തിൽ എനിക്ക് വേറെ ഒന്നും തോന്നിയില്ല. ആ പടം കാണാൻ അടിപൊളിയാണ്, കണ്ടിരിക്കാൻ കൊള്ളാം. ഫാമിലി ഓറിയൻറ്റഡ് ആണ്. മാസ് ലൈക്ക് ഫൈറ്റ് സീൻസ് ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. സോങ്സ് അനാവശ്യമായിട്ട് കുറച്ച് ഏരിയകളൊക്കെ സോങ്സ് കയറിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഫഹദ് സാറിൻ്റെ എൻട്രി നൈസായിരുന്നു. സാറിൻ്റെ അല്ലു അർജുൻ്റെ കൂടെയുള്ള അഭിനയങ്ങൾ സൂപ്പറൊക്കെ ആയിരുന്നു. അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ നൈസായിരുന്നു ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഇപ്പോൾ ആക്ച്വലി റിവ്യൂ പറയാൻ വേണ്ടി വന്നത്. ഞാൻ ആക്ച്വലി ഇങ്ങനെ ഒരിക്കലും ഞാൻ റിവ്യൂ പറയുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ ആസ് എൻ ആർട്ടിസ്റ്റ് ഒരു പടം ഇറങ്ങി അന്ന് രാത്രി ആവണതിന് മുമ്പ് ഒരു 500 പേര് താഴെ കമൻറ്റ് ബോക്സിലും കുറേ പേര് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നു, പടം കൊള്ളൂല, പടം പൊളിയാണ്, ഒരു വഹയ്ക്കും കൊള്ളൂല. റിവ്യൂ കാണുമ്പോഴേ പറയാം. എന്തിന് വേറെ, ഞാൻ ആക്ച്വലി കാണാൻ പോകുന്നതിൻ്റെ ഒരു 5 സെക്കൻഡ് മുമ്പ്, ഞാനൊന്നും പറഞ്ഞില്ല, 5 സെക്കൻഡ്സ് മുമ്പ് പോലും ഞാനിത് കാണാൻ പോകുന്ന പറഞ്ഞാൽ ആൾക്കാർ പറഞ്ഞാൽ കൊള്ളൂല, ബോറ് പടം, ഫ്ലോപ്പ് പടം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ പടം എടുത്തവനറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്തായിരുന്നു എന്നും പടം അഭിനയിച്ചവനും അറിയാം അതിൻ്റെ കഷ്ടപ്പാട് എന്തായിരുന്നു. അതുകൊണ്ട് നമ്മളൊരിക്കലും ഒരു പടത്തിന് നമ്മൾ പോയി അടിച്ചങ്ങ് താഴ്ക്കാൻ നിൽക്കരുത് ഗൈസ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അത് പറയണം, അടിച്ച് താഴാൻ നിൽക്കരുത്. നമ്മുടെ പടം കൊള്ളാമെങ്കിലും കൊള്ളൂലെങ്കിലും ഒരു ആവറേജ് നൈസ് മൂവി ആയിരുന്നു. ആക്ച്വലി ഞാൻ ഇപ്പോഴും പറയുന്നത് ആവറേജ് നൈസ് മൂവിയായിരുന്നു. പുഷ്പ 1 പുഷ്പ 2 ചെറിയൊരു ഇതായിരുന്നു എങ്കിലും ബട്ട് നൈസ്. കാരണം ഇത്രയായിട്ട് വലിക്കണ്ടായിരുന്നു. ആക്ച്വലി ഭയങ്കര ഒരു ഇത് കൂടിപ്പോയി തോന്നി എനിക്ക്. ലെങ്ത് കൂടിപ്പോയി. 3.5 hours ഉണ്ടായിരുന്നു. അത്രയും ഹാഫ് ഹവേഴ്സിനകത്ത് എന്തുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. പക്ഷേ കണ്ടിരിക്കാൻ കൊള്ളാൻ പടം, അതല്ലാണ്ട് വേറൊന്നും അല്ല ഗൈസ്. ഫൈറ്റ് സീൻസ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ കള്ളക്കടത്തുകൾ ചെയ്യുന്ന രീതികൾ അതൊക്കെ നൈസാണ്. കാരണം അത്ര അവർ എഫേർട്ട് ഇട്ടടുത്ത് അവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നൈസാണ് ഗൈസ്. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയാണ് ആക്ച്വലി നിൻസി സേവ്യറിൻ്റെ ഒഫീഷ്യൽ പേജിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ഓൺ വോയിസ് യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. അതല്ലാണ്ട് വേറൊന്നും അല്ല. ഇതിൻ്റെ അടിയിൽ ഇനി താഴെ എന്തൊക്കെ കമൻറ്റ്സ് വരുന്നത് എനിക്ക് അറിയില്ല. പക്ഷേ ഞാൻ എന്ത് കമൻറ്റ്സ് വന്നാലും നേരിടാൻ തയ്യാറാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ പറയുന്ന റിവ്യൂ ആണ് ആക്ച്വലി ഇത് വേറെ ആരും എനിക്ക് വന്ന് സൈഡിൽ കൂടെ ഒന്ന് പറഞ്ഞൊന്നുമല്ല. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഒരു സിനിമയെ പറ്റി കുറച്ച് ആൾക്കാർ റിവ്യൂസ് പറഞ്ഞതിൽ എനിക്കത് ലൈക്ക് ഞാനും പോയി കണ്ടു പടം കാണുന്നതിന് മുമ്പ് അളിയെ പോയി കാണല്ലേ കട്ട ബോറ് പടം എന്ന് പറയുന്നവരുടെ അടുത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമാണിത്. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ആരെയും ഞാനിത് എഗൻസ്റ്റ് ചെയ്ത് സംസാരിക്കുന്നത് ഒന്നുമല്ല. നമുക്ക് ഈ ചെയ്യുന്ന ആസ് എൻ ആക്ടേഴ്സ്, ഞാനൊരു ആക്ടർ ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു പേഴ്സണലി ഞാൻ ഒപ്പീനിയൻ പറയണം. നമ്മളൊരു സാധനം ചെയ്ത് നമ്മൾ അഭിനയം കാഴ്ചവെച്ച് നമ്മൾ സാധനം ചെയ്ത് ഇറക്കുമ്പം പടം ഇറങ്ങി ഉടനെ കൊള്ളൂല എന്ന് പറയുന്നത് ബോറ് പരിപാടിയാണ്. സോ അതുകൊണ്ട് നിങ്ങളെല്ലാവരും പടം പോയി കാണാതിരിക്കരുത്. കണ്ട് നിങ്ങളുടെ സ്വന്തം ഒപ്പീനിയൻ നിങ്ങൾ പറയണം ഗൈസ്. അല്ലാണ്ട് മറ്റൊരാളുടെ വാക്ക് കേട്ടിട്ട് ആരും സിനിമ പോയി കാണാതിരിക്കരുത്. ഇതിനകത്ത് 100 പേര് പറയും പടം പൊളിയാണ്, കൊള്ളൂല എന്ന് തന്നെ പറയും, ഇല്ലെന്നേ പറയില്ല. പക്ഷെ പറയുന്നവർ
സിനിമ കണ്ടിട്ട് അത് അവരുടെ ഒപ്പീനിയനാണ്. നിങ്ങൾ പോയി സിനിമ കാണണം. കണ്ടിട്ട് ഒരു ഫാമിലി ഒരു ഓറിയൻറ്റഡ് പടം ആയതുകൊണ്ടാണ്. അത് ആക്ച്വലി അച്ഛൻ അമ്മ അവരൊക്കെ എന്താണെന്ന് പോലും നമുക്ക് അറിയില്ല. പക്ഷെ അങ്ങനെ എല്ലാം ഫുള്ളി ഇൻക്ലൂഡഡ് ആയിട്ടാണ് പുഷ്പ 2-ലുള്ളത്. ഓക്കെ, പുഷ്പ എന്നാൽ എന്തെന്ന് ഫസ്റ്റ് സീസണിൽ കാണിച്ചു. പുഷ്പ 2 പുഷ്പ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ എന്തുമാത്രം എക്സ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരനെ എന്താണ് എങ്ങനെയായിരുന്നു എന്നുള്ള സംഭവം കൂടെ സെക്കൻഡ് പാർട്ടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആക്ച്വലി നിങ്ങൾ കാണിക്കുന്നത് ഈ റിവ്യൂക്കകത്ത്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ, സ്റ്റേ ട്യൂൺ, ടാറ്റ ഗൈസ്. അപ്പോൾ പോയി സിനിമ കണ്ടിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ടാറ്റ.